പേരാവൂരിൽ അങ്ങേക്ക് എതിരാളി കെ ശൈലജയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ശക്തമായ ഒരു ഫൈറ്റാണോ, നെക്ക് ഫൈറ്റാണോ, എന്താണ് വസ്തുത? അങ്ങിപ്പോ എല്ലാ പഞ്ചായത്തിലും പോയി അങ്ങയുടെ സ്വന്തം മണ്ഡലമാണ്. ഞാൻ ചുരുക്കി പറഞ്ഞേക്കാം, ഒരു പ്രവചനം 10,000-ന്റെ മുകളിൽ ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കും. അത്ര കോൺഫിഡൻസ് ആണ്? അത്ര ഫുള്ളി കോൺഫിഡൻസ്. അത് എന്താണ്? അതായത് 2011 അങ്ങ് തോൽപ്പിച്ച കെ ശൈലജയല്ല, നിപ്പയും കോവിഡും കഴിഞ്ഞ കെ ശൈലജയല്ല. അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. വളരെ അങ്ങനെയുള്ള പഴയ കെ ശൈലജ ഒരുപാട് മാറി, പ്രശസ്തിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഈ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം, ഞാൻ 15 വർഷത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ അവരെനിക്ക് 3 തവണ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ഐ വാസ് എ ന്യൂ കമർ, ഷി വാസ് ദ സിറ്റിംഗ് MLA, ഞാൻ ജയിച്ചു. കാരണം ഞാൻ വെറും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തകൻ. LDയിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പേരാവൂരിലെ കാർഷിക മേഖല, എനിക്ക് സാമാന്യനെ നന്നായിട്ട് ബന്ധങ്ങളുള്ളതും ആത്മാർത്ഥമായിട്ട് അവൻ്റെ കൂടെ നിന്നു എന്നുള്ള നല്ല ബോധ്യം ജനങ്ങളിലുണ്ട്. ഇപ്പം അതിനുശേഷം MLA ആയതിനു ശേഷം ജനങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയാവുകയും വികസന കാര്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്ത ഒരു MLA ആണെന്നുള്ള നല്ല ബോധ്യം ജനങ്ങൾ. അങ്ങേക്കെതിരെ ഭയങ്കരമായ ക്യാമ്പയിൻ അടുത്ത വർഷം നടത്തുന്നുണ്ട്, ഒരു വികസനം MLA ചെയ്തില്ല എന്നൊക്കെ. അവർക്ക് എന്നെ പ്രശംസിച്ച് പറയാൻ പറ്റുമോ? എല്ലാ വികസനം MLA ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? അതൊക്കെ ആർഗ്യുമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വസ്തുത പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഒരു നാട്ടുകാർക്ക് നന്നായിട്ട് എന്തായിരുന്നു ഇവിടുത്തെ 2011 പേരാവൂർ. ഇപ്പോഴത്തെ 15 വയസ്സ്, ഇപ്പോഴത്തെ 18 വയസ്സുള്ള വോട്ടർക്ക് അതിന് പക്ഷേ അറിയില്ല. കാരണം അന്ന് ആ വോട്ടർക്ക് 3 വയസ്സേ ഉള്ളൂ. തലശ്ശേരി കൂട്ടുപുഴ റോഡ് എന്തായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എത്ര പാലമായിരുന്നു പൊട്ടിപ്പൊളിഞ്ഞു നിന്നേ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ട്രെയിനിൽ പോകാൻ തലശ്ശേരിക്ക് വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. ഞാൻ കണ്ണൂർ പോയിട്ടാണ് ട്രെയിൻ കയറുന്നത്. ഇപ്പൊ ഈസി അല്ലേ. എന്നോട് ഈ എൻ്റെ നാട്ടിനടുത്തുള്ള ഒരു ദമ്പതിമാർ, അമേരിക്കയിൽ നല്ല വലിയ IT മേഖലയിൽ വളരെ ഫേമസ് ആയി വർക്ക് ചെയ്യുന്നവർ, ഈ റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ മട്ടന്നൂർ വിമാനം ഇറങ്ങിയിട്ട് വരുമ്പം അമേരിക്കയിലെ റോഡിലൂടെ യാത്ര ചെയ്യുന്ന പോലെയാന്ന് പറഞ്ഞു. ഇത് പിണറായി ഇത് മൂപ്പര് ക്രെഡിറ്റ് ആയിട്ട് പലപ്പോഴും വാർത്താ സമ്മേളനത്തിൽ പറയാറുണ്ട്. കാരണം അമേരിക്കയ്ക്ക് സമാനമായ റോഡ് LDF സർക്കാരിന് ഉണ്ടാക്കാൻ പറ്റിയെന്ന്. അവരുടെ ക്രെഡിറ്റ് ആണോ? അത് ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത്, VK ഇബ്രാഹിം കുഞ്ഞ് ഉദ്ഘാടനം ചെയ്ത്, ഞങ്ങളുള്ളപ്പോൾ കൊണ്ടുപോകുന്ന വർക്ക്. തലശ്ശേരി കൂട്ടുപുഴ റോഡ് അവരുടെ ഒന്നും ക്രെഡിറ്റ് അല്ല. ഇരട്ടിപ്പാലം അവരുടെ ഒന്നും ക്രെഡിറ്റ് അല്ല. ഇരട്ടിപ്പാലം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലമാണ്. നിർമ്മിക്കാനുള്ള തടസ്സം ഉണ്ടായിരുന്നു. കൂട്ടുപുഴ പാലം പകുതി 2 തൂണ് വാർത്ത് കഴിഞ്ഞപ്പോഴാണ് കർണാടക ഫോറസ്റ്റുകാർ ഒബ്ജക്റ്റ് ചെയ്തത്. പോലീസിനെയും ഫോറസ്റ്റുകാരെയും തോക്കുമായിട്ട് നിർത്തിയിട്ടാണ്. അത് ഞാൻ 10 പ്രാവശ്യം ഞാൻ ബാംഗ്ലൂരിലും വിരാജ്പേട്ടയിലും മർക്കരയിലും ഒക്കെ പോയിട്ട് അവിടുത്തെ ഗ്രാമസഭയിൽ പോലും സംബന്ധിച്ച് ഈ പാലത്തിന്റെ ആവശ്യകത അവിടെ ഇന്ന് ഞാൻ സംസാരിച്ചപ്പോൾ കർണാടകത്തിലെ ഒരു IAS ഉദ്യോഗസ്ഥയുടെ പേര് ഇപ്പോഴും എനിക്കറിയാം. ആരത്? വന്ദിത ശർമ്മ. എൻ്റെ ഫോണിൽ അവരുടെ നമ്പർ ഉണ്ടാവും. അന്ന് കർണാടകത്തിലെ ഒരു 10 ഫോറസ്റ്റുകാരുടെ ഉദ്യോഗസ്ഥന്മാരുടെയെങ്കിലും ഹൈ റാങ്കിങ് ഉദ്യോഗസ്ഥന്മാരുടെ നമ്പർ എൻ്റെ ഫോണിലുണ്ട്. കേരളത്തിലും ഇല്ല എനിക്ക്. കേരളത്തിലെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെയോ 2 or 3 DFOയുടെ ഉണ്ടാവുള്ളൂ. കാരണം കർണാടകത്തിലെ ആ വിഷയത്തിൽ 10 പ്രാവശ്യത്തിലേറെ ഞാൻ ബാംഗ്ലൂരിൽ പോയി അതിന് ഫൈറ്റ് ചെയ്തിട്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട പഴയ കൂട്ടുപുഴ പാലം നിങ്ങളൊന്ന് എൻ്റെ വീഡിയോ ഒന്ന് എടുക്കുക. എന്നിട്ട് പുതിയ കൂട്ടുപുഴ പാലത്തിലെ യാത്രാ സൗകര്യം ഒന്ന് പരിശോധിക്കുക. പഴയ ഇരട്ടിപ്പാലവും പുതിയ ഇരട്ടിപ്പാലവും ഇവിടെ അടുത്തടുത്തുണ്ടല്ലോ. പുളിപ്പാലം നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പഴയത് മറഞ്ഞു പോയില്ലേ? അങ്ങനത്തെ ഡെവലപ്മെന്റ്. താലൂക്ക് എന്തായിരുന്നു ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തലശ്ശേരി താലൂക്കുകാരനല്ലേ? തലശ്ശേരി താലൂക്കിന്റെ വിസ്തൃതി എത്രയാണെന്നറിയോ? പഴയത് 1205. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരിന്റെ വിസ്തൃതി എത്രയാണെന്നറിയോ? 136. 1205, 136. അവിടെ ഇവിടുത്തെ ജനസംഖ്യ എത്രയായിരുന്നറിയോ? 10.5. കുന്നത്തൂരിന്റെ ജനസംഖ്യ എത്രയാണെന്നറിയോ? 1.5. അവിടെ വില്ലേജ് എത്രയാണെന്നറിയോ? 7. തലശ്ശേരി വില്ലേജ് എത്രയാണെന്നറിയോ? 48. ഇതിന് പരിഹാരം ഉണ്ടാക്കി നിയമസഭയിൽ, അല്ല താലൂക്ക് ഉണ്ടാക്കി. നിയമസഭയിലെ ഒറ്റ പ്രസംഗത്തിൽ ഗവൺമെന്റും പ്രതിപക്ഷവും ആ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്ന, അന്ന് G. കാർത്തികേയൻ സ്പീക്കറാണ്, അദ്ദേഹം എന്നെ അഭിനന്ദിച്ച ഒരു വാർത്താക്കുറിപ്പുണ്ടായിരുന്നു. അതെനിക്ക് ഇവിടുത്തെ ഒരു പത്രപ്രവർത്തകൻ അതെനിക്ക് അയച്ചു തന്നു. അതൊരു ഇതാക്കിയിട്ടൊരു എന്താ മൊമെന്റ് ആക്കി തന്നു. ഇപ്പൊ അതും എടുത്ത് ദൂരെ വെച്ചിട്ടുണ്ടല്ലോ, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത്രമാത്രം മാറ്റർ ഓഫ് ഫാക്ട് ആയിട്ട് സ്റ്റഡീഡ് ആയിട്ട് ആ വിഷയം അവതരിപ്പിച്ചു. അതുകൊണ്ടാണോ ഇവര് ഈ ശൈലജ ഇവിടെ നിർത്തിയത്? ആക്ച്വലി ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തൊക്കെയോ ഉണ്ട്. അതിന്റെ ഒരു പൊളിറ്റിക്സ് കൂടി പറയേണ്ടത് അത്യാവശ്യം. ശൈലജ എന്തുകൊണ്ട്
മട്ടന്നൂരൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർ പുറത്തു പറയുന്ന സത്യമാണോ? അതായത് അവർ പറയുന്നത് സണ്ണി ജോസഫിനെ ഇപ്പൊ AK ബാലൻ എന്റെ അഭിമുഖത്തിൽ പറഞ്ഞത്, മുഖ്യമന്ത്രി SKന്റെ അഭിമുഖത്തിൽ പറഞ്ഞതൊക്കെ KK ശൈലജയാണ് ഞങ്ങളുടെ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് സണ്ണി ജോസഫിനെതിരെ, KPC പ്രസിഡന്റിനെതിരെ, അതുകൊണ്ടാണ് ഇറക്കിയത് എന്നാണ്. അതാണോ യഥാർത്ഥത്തിൽ അങ്ങയുടെ ഒരു വിലയിരുത്തൽ? അത് നമുക്ക് ഇലക്ഷൻ കഴിയുമ്പോൾ പറയാം. ഇലക്ഷൻ ആയിരിക്കും അതിന്റെ മറുപടി. ഈ അങ്ങ് മറ്റു മണ്ഡലങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കാൻ ഇവിടെ ഒരു പോരാട്ടം ഉണ്ടാക്കാനുള്ള ഒരു സ്ട്രാറ്റജി ആണ്. ഞാൻ അങ്ങനത്തെ ഒരു സ്റ്റാർ ക്യാമ്പയിനൊന്നും അല്ല, നിങ്ങൾക്ക് അറിയാൻ മേലേ. ഞാൻ അങ്ങനത്തെ ഒരു പ്രാസംഗികനല്ല എന്ന് എല്ലാവർക്കും അറിയാൻ മേലേ. പക്ഷെ ഞാനൊരു എല്ലാവരുമായിട്ട് മോശമല്ലാത്തൊരു പ്രസംഗികനാണ്. വലിയ സൗഹൃദമുള്ള ആളാണ്, ബന്ധങ്ങളുള്ള ആളാണ്. പാർട്ടിയെ കറക്റ്റായിട്ട് തീരുമാനം പറയാനോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ നേരെ വഴി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.